ഈ വീഡിയോ ഇടണമെന്ന് കുറേ നാളെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കുടിക്കാൻ പറ്റിയത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ചൂടുകാലത്തും വയറിന് വല്ല അസുഖം വന്നാലും കുടിക്കാൻ പറ്റുന്ന നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒരു സാധനം കൊണ്ട് നമുക്കങ്ങനെ പാനീയം ഉണ്ടാക്കാമെന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കിട്ടുന്ന കൂവച്ചെടി. ഈ കൂവച്ചെടിയെ എല്ലാ വീട്ടിലും ഉണ്ടാവും. നന്നായിട്ട് ഒന്ന് പറിച്ചെടുക്കുക. ആദ്യമായിട്ട് നന്നായിട്ട് ആഴത്തിലേക്ക് പോയിട്ടുണ്ട്. അതാണ് നാട്ടിൽ ആവശ്യം പോലെ എല്ലാവർക്കും ഉണ്ടാകുന്ന കൂവച്ചെടി. ഇപ്പോൾ ഇത് ഇളക്കിയെടുത്ത് ഒരുപാട് കൂവ ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ കൂവച്ചെടി നമ്മൾ ഇത് പറിച്ചെടുത്ത് ഈ കൂവന എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. കഴുകി എടുത്താൽ ഇങ്ങനെ പാത്രത്തിലാക്കി നല്ലവണ്ണം കഴുകി നല്ലവണ്ണം മണ്ണൊക്കെ പോക്കി വൃത്തിയാക്കി എടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കി ഇതിനെ മുറിച്ചെടുക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ നന്നായ രീതിയിൽ അതിനെ നുറുക്കുകളാക്കി എടുക്കാൻ പറ്റും. ഇതിനെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് അതിനെ ആ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതിനെ വെജിറ്റബിൾ കട്ടിലിട്ട് ഈ രീതിയിൽ അതിനെ ചെറു കഷ്ണങ്ങളാക്കി എടുക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. നന്നായിട്ട് അതിനെ വലിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. എടുത്തതിന് ശേഷം ഈ രീതിയിലാണ് ചെറു കഷ്ണങ്ങൾ കിട്ടുക. ചെറുതായിട്ട് അരിഞ്ഞ കൂവയെ മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അതിനുശേഷം അതിനെ നന്നായി അരച്ചെടുക്കുക. അരച്ച കൂവയെ പാത്രത്തിലേക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. അരച്ച കൂവയെ ഒരു വൃത്തിയുള്ള തുണിയെടുത്ത് ഒരു പാത്രത്തിൽ വട്ടം കെട്ടി അതിനുശേഷം ഈ അരച്ച കൂവ അതിലേക്ക് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം അത് രണ്ടും കൂട്ടിയെടുത്ത് നന്നായിട്ട് പിഴിഞ്ഞ് പാത്രത്തിലേക്ക് അരിച്ചെടുക്കുക. അരച്ച കൂവയെ നല്ല വൃത്തിയുള്ള തുണിയിൽ ഒരു പാത്രത്തിലെടുത്ത് അതിൽ വട്ടം കെട്ടി നന്നായിട്ട് അരിച്ചെടുക്കുക. ഇപ്പോൾ കൂവയുടെ
അരച്ചെടുത്ത കൂവയെ നല്ല വൃത്തിയുള്ള തുണിയിൽ നന്നായി അരിച്ചെടുക്കുക. നന്നായിട്ട് പിഴിയണം. അരച്ചെടുത്ത കൂവയെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വെള്ളത്തിൽ കലക്കി നന്നായി അരിച്ചെടുക്കുക. ഉരുളിൽ ചതച്ച മിശ്രിതം ഈ രൂപത്തിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. നമുക്ക് രണ്ട് രൂപത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുക, ഇല്ലെങ്കിൽ ഉരുളിലിട്ട് ചതച്ചെടുക്കുക. കൂവ പിഴിഞ്ഞ വെള്ളം ഈ 7 പ്രാവശ്യം ഇതുപോലെ ഊറാൻ വെക്കണം. കൂവ വെള്ളം മാറ്റി മാറ്റി 7 ദിവസം ഊറാൻ വെക്കണം. 7 ദിവസം ഊറാൻ വെച്ചു. 7ാമത്തെ ദിവസം ഈ രീതിയിലാണ് കൂവയുടെ നൂറ് അടിയിൽ കാണാം. ഇനി ഇത് ഊറ്റിയെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കണം. ഊറാൻ വെച്ച കൂവ ഊറ്റിയെടുത്ത് പൊടി രൂപത്തിൽ കിട്ടുന്നതാണ്. ആ കൂവ ഈ രൂപത്തിൽ പായസം ഉണ്ടാക്കി കുടിക്കാം. വയറിളക്കം കിട്ടിയാൽ കുട്ടികൾക്ക് ORS കൊടുക്കുന്നത് പോലെ ഉപ്പിട്ടിട്ട് കൊടുക്കാം. നല്ല യാതൊരു വസ്തുക്കളും ചേർക്കാത്ത ഒറിജിനൽ കൂവയാണ് ഇത്. എല്ലാവർക്കും ഇത് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ താങ്കൾക്ക് കിട്ടുന്നതാണ്. പായസ രൂപത്തിലാക്കിയ കൂവ, രുചികരമായ കൂവ ചൂടാറിയതിന് ശേഷം കുറച്ചായിട്ട് കുടിക്കാം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.